നമസ്കാരം. ന്യൂജേഴ്സി ഈസ്റ്റ് റദർഫോർഡിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ആ മൈതാനം ലോകത്തിന്റെ രണ്ട് അർദ്ധപകുതികളാകും. അവിടെ ഏക ഉപഗ്രഹം പോലെ ഒരു കാൽപന്തും, ഒരു വശത്ത് മിശിഹ, മറുവശത്ത് അവൻ ലാളിച്ച ലാമിൻ യമാലും. ഇവരിൽ ഒരാൾ സ്വർണ്ണക്കപ്പിൽ അമർത്തി ചുംബിക്കും. ഫൈനൽ വിസിലിനപ്പുറം കിരീടധാരണം. നെടുവീർപ്പോടെ കാത്തിരിക്കുന്ന ദശകോടികൾക്ക് ഇതൊരു കലാശപ്പോര് മാത്രമല്ല, റൊസാരിയോയിൽ തുടങ്ങിയ ഒരു കാലം കണ്ണിൽ നിന്ന് പടിയിറങ്ങുന്ന നിമിഷങ്ങളാകാം. സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കലാശക്കൊട്ട്. കിരീട പോരാട്ടം രാത്രി 12:30 ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ. കപ്പിൽ മുത്തമിടാൻ അർജന്റീനയും സ്പെയിനും. കിരീടങ്ങളെക്കാൾ മനോഹരം ടീമിനൊപ്പമുള്ള യാത്രയെന്ന് മെസ്സിയുടെ വൈകാരിക കുറിപ്പ്. ലോകകപ്പ് ഗോൾ വേട്ടയിലും ഗോൾഡൻ ബൂട്ട് റേസിലും മെസ്സിയെ പിന്നിലാക്കി എംബാപ്പെ. രാത്രി പകലാക്കി ലോകകപ്പ് കാണാം. സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരള സർവകലാശാല പരീക്ഷകൾ മാറ്റിവെച്ചു. ഇന്ന് വൈദ്യുതി നിയന്ത്രണമില്ല. ഫുട്ബോൾ ആവേശത്തിൽ ആരാധകർ. കൂറ്റൻ സ്ക്രീനുകൾ ഒരുക്കി നാടും നഗരവും. പ്രധാന തിയേറ്ററുകളിലും പ്രദർശനം. പൊതിച്ചോറ് വിതരണത്തിൽ മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി. രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിനെതിരല്ലെന്ന് കെ മുരളീധരൻ. അഭിപ്രായം പറഞ്ഞത് ആലപ്പുഴയിൽ സ്ഥലം കയ്യേറി ഭക്ഷണം വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലെന്ന് വിശദീകരണം. എന്ത് വില കൊടുത്തും പൊതിച്ചോറ് വിതരണം ചെയ്യുമെന്ന് ഡിവൈഎഫ്ഐ. സർക്കാരിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ പരാജയപ്പെടുമെന്ന് ബിജെപി. KSU വി.ഡി. സതീശൻ പോരിൽ പാർട്ടി വക്താക്കളുടെ പരസ്യ പ്രതികരണത്തിൽ കർശന വിലക്കുമായി KPCC സർക്കുലർ. പൊതുവേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും വൈകാരിക പ്രതികരണങ്ങൾ പാടില്ല. അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി വേദികളിൽ മാത്രം മതിയെന്നും KPCC. മുഖ്യമന്ത്രിയെ കാണാൻ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവർ വീണ്ടും അനുമതി തേടിയേക്കും. ലീഡർ നിയമനം മെറിറ്റ് നോക്കിയെന്ന് ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ. VSന്റെ ഒന്നാം ചരമവാർഷിക ദിനലേഖനം അച്ചടിച്ച വാരാന്തപ്പതിപ്പ് വിതരണം ചെയ്യാതെ CPM മുഖപത്രം. ദേശാഭിമാനി വാരാന്തപ്പതിപ്പ് മുടങ്ങിയത് ഉൾപേജിൽ അച്ചടിച്ച കള്ളൻ വിജയൻ എന്ന നാടകത്തെ ചൊല്ലി. തലക്കെട്ടിനെ ഒരു വിഭാഗം എതിർത്തതോടെ വിതരണം വേണ്ടെന്ന് വെച്ചു. സാങ്കേതിക കാരണങ്ങളെന്ന് വിശദീകരണം. വാരാന്തക്കുറിപ്പ് എഴുതിയത് VSന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. FCRA ഉൾപ്പെടെ 7 ബില്ലുകൾ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിച്ചേക്കില്ല. TMC വിമത നേതാക്കളെ ക്ഷണിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം. സർവകക്ഷി യോഗത്തിൽ നിന്ന് ഇന്ത്യ സഖ്യം ഇറങ്ങിപ്പോയി. അയോധ്യ സംഭാവന ക്രമക്കേട്, നീറ്റ് പരീക്ഷയിലെ വീഴ്ച, വിലക്കയറ്റം എന്നിവ ആയുധമാക്കാൻ പ്രതിപക്ഷം. ജമ്മുകശ്മീരിൽ കനത്ത മഴയും മിന്നൽ പ്രളയവും. പൂഞ്ചിൽ 10 മരണം. രജൌരിയിൽ റോഡുകൾ ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും. അമർനാഥ് യാത്ര നിർത്തിവെച്ചു. നാഗാലാൻഡിൽ മണ്ണിടിച്ചിൽ 6 മരണമെന്ന് റിപ്പോർട്ട്. ഇന്ത്യക്കെതിരായ 3ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് കൂറ്റൻ സ്കോർ. ഇന്ത്യക്ക് കളി ജയിച്ച് പരമ്പര നേടാൻ 388 റൺസ് വേണം. ബെൻഡക്കിന് സെഞ്ചുറി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി PV സിന്ധു. ജപ്പാന്റെ അകാന യാമാഗുച്ചിയെ തോൽപ്പിച്ചു. ജോർദാനിലെ 2 US സൈനികരെ ഇറാൻ വധിച്ചതോടെ പശ്ചിമേഷ്യൻ യുദ്ധം പുതിയ തലത്തിൽ. തുടർച്ചയായ 8ാം ദിവസവും ശക്തമായ വ്യോമാക്രമണം തുടർന്ന് അമേരിക്ക. നിർമ്മാണത്തിലുള്ള ആണവ പ്ലാന്റ് ആക്രമിച്ചെന്ന് ഇറാൻ. US-ഉമായുള്ള എല്ലാ ധാരണകളും അപ്രസക്തമായെന്ന് മുജ്തബ ഖമനേയി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന മുന്നറിയിപ്പുമായി അറബ് ലീഗ് മേധാവി. സ്റ്റോറി ഓഫ് ദി ഡേ. ഇലന്തൂരിൽ ഇപ്പോൾ ഇതാണ് കൃഷി. ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ലോകകപ്പിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന സ്വപ്ന ഫൈനലിൽ ഇന്ന് അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. 3 രാജ്യങ്ങൾ ആതിഥ്യം വഹിച്ച 48 രാജ്യങ്ങൾ മാറ്റുരച്ച നീണ്ട ഫുട്ബോൾ മാമാങ്കത്തിനാണ് കലാശ പോരാട്ടത്തോടെ തിരശ്ശീല വീഴുന്നത്.
ഒരറ്റത്ത് നിലവിലെ ജേതാക്കളായ അർജന്റീന, മറുവശത്ത് യൂറോപ്യൻ ജേതാക്കളായ സ്പെയിൻ. തീപ്പൊരി പോരാട്ടം നടക്കും. ആര് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ കപ്പുയർത്തും? രണ്ട് വ്യത്യസ്ത ആശയങ്ങളിലും ശൈലിയിലും പന്ത് തട്ടുന്ന രാജ്യങ്ങളാണ് അർജന്റീനയും സ്പെയിനും. ക്ലബ് ഫുട്ബോളിന്റെ വിശാലമായ അടിത്തറയാണ് സ്പെയിനിന്. രാജ്യത്തിന്റെ വൈകാരികതയുമായാണ് അർജന്റീന കളിക്കുക. മുൻ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇരു ടീമുകളും കലാശപ്പോരാട്ടത്തിനിറങ്ങുക. ഇംഗ്ലണ്ടിനെതിരെ 2-1 വിജയിച്ചാണ് അർജന്റീന എത്തിയത്. സ്കലോണിയുടെ നീക്കങ്ങൾ എപ്പോഴും കളിയുടെ ഗതിയെ ആശ്രയിച്ചാണ് മാറുന്നത്. എതിരാളികളുടെ സ്വാഭാവിക കളിഗതിയെ നശിപ്പിക്കുക എന്നതാണ് അർജന്റീനയുടെ തന്ത്രം. കളിയുടെ അവസാന നിമിഷങ്ങളിൽ ആഞ്ഞടിക്കാനുള്ള മികവുണ്ട് വാമോസിന്. കേപ്പ് വെർദെ, ഈജിപ്ത്, സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട് ടീമുകൾക്കെതിരായ ജയം അങ്ങനെ വന്നതായിരുന്നു. അതേസമയം സെമിയിൽ ഫ്രാൻസിന് 2 ഗോളിന് തോൽപ്പിച്ചതാണ് സ്പെയിനിന്റെ ഏറ്റവും മികച്ച പ്രകടനം. റോഡ്രിയുടെയും ഫാബിയാൻ റൂയിസിന്റെയും മധ്യനിരയിലെ മാസ്റ്റർ ക്ലാസ് പ്രകടനവും ഡാനി ഓൾമോ, ലമീൻ യമാൽ എന്നിവരും സ്പെയിനിന്റെ കരുത്താണ്. വേഗമേറിയ ടീം സ്പിരിറ്റാണ് സ്പെയിനിന്. ചരിത്രത്തിൽ ഇന്നേവരെ അരങ്ങേറിയ മത്സരങ്ങൾ പരിശോധിച്ചാൽ ഇരു ടീമുകളും ഏകദേശം കണക്കുകളിൽ തുല്യമാണ്. അർജന്റീനയും സ്പെയിനും നേർക്കുനേരെത്തുമ്പോൾ ശ്രദ്ധയുടെ കേന്ദ്രങ്ങളിൽ ലയണൽ മെസ്സിയും ലമീൻ യമാലുമാണ്. 39-ാം വയസ്സിൽ 9ാം ബാലൻഡിയോർ ലക്ഷ്യമിട്ട് മെസ്സി ഇറങ്ങുമ്പോൾ വെറും 19ാം വയസ്സിൽ ആദ്യ ബാലൻഡിയോർ സ്വന്തമാക്കി ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവാകാനാണ് യമാലിന്റെ ശ്രമം. എന്തായാലും ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലിലാണ് കളമൊരുങ്ങുന്നത്. മത്സരശേഷം വിജയികൾക്കുള്ള ലോകകപ്പ് ട്രോഫി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്നാകും സമ്മാനിക്കുക. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ഫൈനലിന് തലേ ദിവസം രാത്രി അർജന്റീനക്കാർക്കായി കത്തെഴുതി ലയണൽ മെസ്സി. ഈ വർഷങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായത് കിരീടങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ടീമിനൊപ്പമുള്ള യാത്രയായിരുന്നുവെന്ന് പറയുകയാണ് മെസ്സി. ഗ്രൂപ്പിനൊപ്പം ദൈനംദിന ജീവിതം പങ്കിടുക, പ്രയാസകരമായ നിമിഷങ്ങളിൽ പരസ്പരം താങ്ങായി നിൽക്കുക, ഓരോ ചുവടും ആസ്വദിക്കുക, ഇതെല്ലാം മനോഹര നിമിഷങ്ങളാണെന്ന് മെസ്സി പറയുന്നു. ഓരോ സഹതാരങ്ങൾക്കും കോച്ചിംഗ് സ്റ്റാഫിനും കൂടാതെ ഈ ദേശീയ ടീമിനെ ഒരു കുടുംബമായി നിലനിർത്താൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും മെസ്സി നന്ദി പറഞ്ഞു. നാളെ എന്ത് സംഭവിച്ചാലും ഈ ഗ്രൂപ്പ് ഇതിനകം തന്നെ ഒരിക്കലും മറക്കാത്ത ചരിത്രം എഴുതി കഴിഞ്ഞു. അതാർക്കും മായ്ച്ചു കളയാൻ കഴിയില്ല. വാമോസ് അർജന്റീന പറഞ്ഞുകൊണ്ടാണ് കത്ത് അവസാനിക്കുന്നത്. നാടെങ്ങും ഫുട്ബോൾ ആവേശത്തിലാണ്. മത്സരം രാത്രി 12:30-ക്കാണെങ്കിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിരുന്നു ഫുട്ബോൾ ആരാധകരുടെ ആവേശം എല്ലാം. എബി ജോൺ തോമസ് ചേരുന്നുണ്ട് ഈ ഫുട്ബോൾ ആരാധകരുടെ ആവേശവുമായി. എബി, വിശ്വ ജേതാക്കൾ ആരാണ് എന്ന് ലോകം കാത്തിരിക്കുകയാണ്. അതിനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ തന്നെ എല്ലാ ഇടങ്ങളിലും ഈ ഫൈനൽ, അതായത് സൂപ്പർ ഫൈനൽ ആവേശ മത്സരം കാണാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. അത്രത്തോളം വലിയ ആവേശത്തിലാണ് നമ്മുടെ നാടും നഗരവും എല്ലാം. എബി നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോഴെങ്ങനെയാണ്? 12:30-ക്കാണ് മത്സരം. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് നിങ്ങൾ. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശം. നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ലോകം 2 പകുതിയായി വിഭജിക്കപ്പെടുകയും അതിൽ ഒരു തുകൽ സഞ്ചിക്ക് ഉള്ളിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ആവേശവും എത്തുകയും ചെയ്യുന്ന ആ ഒരു വലിയ ആഘോഷം, ആ ആഘോഷം തിരുവനന്തപുരത്ത് അതിന്റെ വലിയ രീതിയിലുള്ള ആഘോഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. വലിയവർ, അത് പ്രായവ്യത്യാസമില്ലാതെ തന്നെ, ഒരു ജെൻഡർ വ്യത്യാസമില്ലാതെ തന്നെ ഇത്തരത്തിൽ മത്സരങ്ങൾ വലിയ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു ജനതയായി തന്നെ നമ്മൾ, അത് ഈ ലോകകപ്പ് ആരംഭിച്ച സമയം മുതൽ തന്നെ എല്ലാവരുടെയും ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ നിലയ്ക്കുള്ള വലിയ ആവേശം ഈ കലാശ പോരാട്ടത്തിന് തൊട്ട് മുമ്പ് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മത്സരം നടക്കുന്ന ദിവസമാണെങ്കിൽ പോലും ലോകം 2 പകുതിയായിട്ട് മാറിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. വലിയ ആവേശമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ ഫൈനൽ? അല്ല, വലിയ സന്തോഷമുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൗമാരപ്രായക്കാരുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മത്സരം, അതിൽ 2 ഭാരതമാണ്, ഇന്ത്യയാണ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച കളിച്ചിരിക്കുന്നത്. ഭാവിയിൽ വേൾഡ് കപ്പിൽ, ഫിഫ വേൾഡ് കപ്പിൽ നമ്മുടെ ടീം, ഇന്ത്യൻ ടീം ഇറങ്ങി കളിക്കുന്ന ദിനങ്ങളാണ് എന്റെയും അതുപോലെ തന്നെ കായിക പ്രേമികളുടെ ഒക്കെ തന്നെ മനസ്സിലുള്ളത്. ഞാൻ എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ടീം പറയുന്നുണ്ട്
വലിയ ആവേശം തന്നെയാണ്. എന്തായാലും വേറെ ടീം ഏതാണ്, ഫേവറേറ്റ് ടീം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അർജന്റീനയും സ്പെയിനും തമ്മിൽ മാറ്റുരയ്ക്കുന്ന സമയം. അവിടെ ഈ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഏത് ടീമിന്റെ മത്സരം നടത്തിയാലും അവിടെ അർജന്റീന ജേഴ്സി അണിഞ്ഞ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നും അതിന് ഒരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി ഇന്ന് അതിന്റെ 10 മടങ്ങ്, നമ്മൾ ഇതുവരെ കണ്ടതിന്റെ 10 മടങ്ങ് ആവേശം ഇന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിലയ്ക്ക് തന്നെയുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ 12:30ക്കാണ് മത്സരം നടക്കുന്നതെങ്കിൽ പോലും കൂടെ 12:30ക്കല്ല, അതിനു മുമ്പ് തന്നെ ഇതിന്റെ ആവേശം കണ്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ വഴിയുടെ ഓരങ്ങളിലൊക്കെ തന്നെ ഇതിനു മുമ്പ് തന്നെ വന്ന് നിലയുറപ്പിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ഒരു തരത്തിലുള്ള മടുപ്പുകളും ഉണ്ടാവാത്ത രീതിയിൽ ആ 12:30 വരെ കാത്തിരിക്കുക. അതിനുശേഷം പിന്നെ വലിയ ആവേശത്തിലേക്ക് തന്നെ ഏതാണ്ട് ഈ നമ്മൾ പറയത്തില്ലേ ഗാലറി പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയുള്ള വലിയ രീതിയിലുള്ള ആവേശം അത് തന്നെയാണ് നമുക്ക് ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ സമാനമായ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മളുള്ളത് ലോ കോളേജിന്റെ ഭാഗത്താണ്. അവിടെ എല്ലാ തവണ ഈ ലോകകപ്പ് തുടങ്ങിയ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആവേശം നമ്മൾ കണ്ടിരുന്നു. നിരവധിയായിട്ടുള്ള ആളുകൾ, അത് ഒരു തരത്തിലുള്ള പ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെ അവരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും കുട്ടികളൊക്കെ മുഖത്തൊക്കെ ചായയൊക്കെ തേച്ച് വലിയ അർജന്റീനയുടെ വലിയ ആവേശവും ആരാധകരൊക്കെ തന്നെയാണ്. മെസ്സി 4 ഗോൾ അടിക്കുന്ന തിരിച്ചു കിട്ടുമോ ഗോള്? ഇല്ല, തിരിച്ചടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, അടിക്കും. അവരവിടെ താത്താ. ഈ ഒരു ധൈര്യം ഞാൻ പോൾ ബാർബറെ പോലും കണ്ടിട്ടില്ല. ഏതായാലും ഇരു ടീമുകളുടെയും വലിയ ആവേശം തന്നെ നമുക്ക് ഇവിടങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളൊക്കെ തന്നെ ഈ മുഖത്തൊക്കെ ചായയൊക്കെ തേച്ച് മെസ്സി തകർക്കും, മെസ്സി തോക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. വലിയ കലിപ്പിൽ തന്നെ മെസ്സി തോക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ചേട്ടനുണ്ട് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ആ നിലയ്ക്കും വലിയ രീതിയിൽ ഇരു ടീമുകൾക്കും വലിയ രീതിയിൽ സപ്പോർട്ട് നൽകുന്ന ആളുകൾ തന്നെയാണെന്നെങ്കിലും അർജന്റീന ആരാധകരുടെ ഒരു വലിയ ആവേശവും ഒരു വലിയ കൂട്ടവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ഇതിപ്പോൾ ഒരു ചെറിയ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ആളുകളൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടീം ഏതാ? അർജന്റീന. എത്ര ഗോള് വീഴുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അർജന്റീനയ്ക്കാണ് ഫുൾ സപ്പോർട്ട്. അർജന്റീന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളതെന്നുള്ളതാണ്. ജേഴ്സി ഇട്ടവരും ഇടാത്തവരുമായിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും അതിൽ പ്രായവ്യത്യാസം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫുട്ബോൾ ഒരു വലിയ ആവേശമായി തന്നെ കാണികളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തുന്നു. മേയർ അല്പസമയം പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്കൊരു വലിയ കാത്തിരിപ്പിന്റെ സമയം കൂടിയാണ്. അത് എപ്പോഴാണ് നമ്മുടെ രാജ്യം അവിടെ കളിക്കാൻ ഇറങ്ങുക എന്നുള്ളത് വലിയൊരു സ്വപ്നമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇത്രമാത്രം വലിയൊരു ആവേശം, ഇത്രമാത്രം വലിയൊരു സപ്പോർട്ട് ഫുട്ബോളിന് നൽകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ രാജ്യവും അവിടെ കളിക്കണം എന്നുള്ളൊരു ആവേശം ആവശ്യം അതൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. എങ്ങനെയാ ഇന്നത്തെ സാഹചര്യം അടിപൊളി തന്നെ. കാരണം അർജന്റീന ജയിക്കും. കാരണം ഫൈനൽ ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ മെസ്സി. കാരണം മെസ്സിക ജയിക്കണം. കേപ്പെ പറഞ്ഞോട് ജയിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സിക ജയിച്ചിരിക്കും. പിന്നെ നമ്മളെ ഇന്ത്യ, ബ്രസീലിനെ ചെറിയ കുട്ടികൾ അണ്ടർ-20 ചെറിയ കുട്ടികൾ അവരടിച്ചിട്ടുണ്ട്. ബ്രസീലിനെ വലുതും ചെറുതൊക്കെ ഓട്ടിച്ചടിക്കാൻ തുടങ്ങി. ഇനി അടുത്ത 2030-34 നമ്മളെ രാജ്യം വരണം, വളരണം. നമ്മുടെ രാജ്യം വേൾഡ് കപ്പ് വരണം. നമ്മുടെ സംഘടനയിലുള്ള അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് ആവേശവും എല്ലാം നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഫുട്ബോളിൽ ലഭിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ മുൻപെങ്ങും ഇല്ലാത്ത വിധമാണ് ഇത്തരത്തിൽ. അത് ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശം എന്നതിനപ്പുറത്തേക്ക് നഗര വ്യത്യാസമില്ലാതെ ഇത്തരത്തിൽ വലിയ സ്ക്രീനുകളിൽ കളി കാണുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള പ്രായ വ്യത്യാസവുമില്ലാതെ ജെൻഡർ വ്യത്യാസമില്ലാതെ ആളുകൾ ഈ കളി കാണുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ നിലയ്ക്ക് വലിയൊരു ആവേശം തന്നെ നമുക്ക് തിരുവനന്തപുരത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ നിരവധിയായിട്ടുള്ള പരിപാടികൾ പല സ്ഥലങ്ങളിലും ഈ 12:30 വരെ ആളുകൾ ഈ ഒരു ആവേശത്തിലേക്ക് നിർത്തുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഇപ്പോൾ ഈ ഒരു പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ആ പ്രോഗ്രാമിന് ശേഷമായിരിക്കും കളി തുടങ്ങുക എന്നുള്ളതാണ്. 12:30 വരെ നമ്മൾ കൃത്യമായ രീതിയിൽ ഇതിലെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് വലിയ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളും പറയുന്നത് ഈ നിലക്ക് തന്നെയാണ്. ഈ ജേഴ്സി ഏതാ? ബ്രസീലല്ലേ? അതെ. നമ്മുടെ ടീം ഏതാ? നമ്മൾ ബ്രസീലാണ്.
സപ്പോർട്ട് ഇന്ന് സ്പെയിനാണ്. അതെ. സ്പെയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബ്രസീൽ ആരാധകരും എത്തിയിരിക്കുന്നത്. എന്തായാലും ആ നിലയ്ക്കുള്ള ചില കാഴ്ചകൾ കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശക്തമായ പോരാട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ നിലയ്ക്ക് എല്ലാവരും അവരുടെ ആവേശം പങ്കുവെക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ സ്ക്രീനിൽ ആ കളിയുടെ തത്സമയ ദൃശ്യങ്ങൾ കാണും. അതിനുവേണ്ടിയാണ് കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും എന്നുള്ളതാണ്. എബി പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെ വലിയ ആവേശമാണ്. ഈ കണ്ട പോലെ തന്നെ പലയിടങ്ങളിലും ആളുകളുടെ ഒരു നീണ്ട നിര, പലരും ഇപ്പോൾ തന്നെ സീറ്റൊക്കെ അടക്കി കഴിഞ്ഞിട്ടുണ്ട്. പല ആളുകളും അവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. സ്പെയിനും അർജന്റീനയും തമ്മിലാണ് മത്സരം. ഇരു ടീമുകൾക്കും വലിയ ആരാധകരുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടേത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയ്ക്ക് കൂടുതൽ ആരാധകർ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സൂചിപ്പിച്ച പോലെ ഇനി അങ്ങോട്ട് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് കണ്ണടയ്ക്കാത്ത നിമിഷങ്ങളാണ്. 2-2.5 മണിക്കൂർ മാത്രമേ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും ആ ആവേശം നിറഞ്ഞ മത്സരം കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായും. ഒപ്പം ഈ ആഘോഷമാണ്, ആവേശമാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കേരള പോലീസ് ഇതിപ്പോൾ നാളെ കുട്ടികൾക്കൊക്കെ അവധിയാണ്. പോലീസിന്റെ ചില നിർദ്ദേശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടുണ്ട്. അത് ആവേശമാകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ അമിതമായിട്ടുള്ള ഹോണുകളൊക്കെ അടിച്ച് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അത് പരമാവധി ഒഴിവാക്കണം. ഒപ്പം തന്നെ ഈ മത്സരത്തിന് ശേഷം വിജയാഹ്ലാദം അതിന് പോലീസ് എതിരല്ലെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഈ ആഘോഷ പരിപാടികളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഹോൺ അടിക്കുക, ഒപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണം വേണമെന്നുള്ള നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആവേശം അതിന്റെ ഒരു ഏറ്റവും ഉന്നതയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് അല്പസമയത്തിനകം തന്നെ നമ്മൾ അതിന് സാക്ഷിയാകുമെന്നുള്ള കാര്യം തർക്കമില്ല. ഇപ്പോൾ ഇവിടെ ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണ്. ശബ്ദവും ആ നിലയ്ക്ക് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ആവേശത്തിൽ ഒരു ഏതാണ്ട് ഒരു കാർണിവൽ മൈൻഡ് സെറ്റിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള മത്സരം നടക്കും. ആ മത്സരത്തിൽ വിജയിക്കുന്നത് ആരായാലും അതെന്തായാലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ആ നിലയ്ക്ക് എന്തായാലും വിജയിക്കാനിരിക്കുന്നവർക്ക് നമുക്ക് ഈ ഘട്ടത്തിലെ ഒരു ആശംസ നേരുകയും ചെയ്യാം. അതെ, ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. രാവിലെ തന്നെ പലയിടങ്ങളിലും ഈ ഫുട്ബോൾ മത്സരം ഇങ്ങനെ കാണാൻ വേണ്ടി സജ്ജമായിരുന്നു. ഇനി 12:30ക്കാണ് മത്സരം. ഓരോരുത്തർക്കും ഓരോ വികാരമാണ് ഓരോ ടീമിനെ പിന്തുണയ്ക്കുന്നതിൽ. 12:30ക്ക് മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കണ്ണടയ്ക്കാത്ത നിമിഷങ്ങളാണ്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ട ടീമുകൾ ജയിക്കണമെന്നുള്ള ഒരു രീതിയിലായിരിക്കും ഓരോ ഫുട്ബോൾ ആരാധകരുടെയും മനസ്സിൽ. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ, ഒട്ടേറെ ഇടങ്ങളിലാണ് വിപുലമായ രീതിയിൽ ഈ മത്സരം കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വലിയ സ്ക്രീനുകളും അത് വീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനാണ് ജയം. 3ാം സ്ഥാനക്കാർക്കായുള്ള ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് തകർത്തത്. ബുക്കായോ സാക്കയുടെ ഹാട്രിക് മികവിലാണ് ഇംഗ്ലണ്ടിന്റെ തകർപ്പൻ ജയം. അതേസമയം ഈ സീസണിൽ 10 ഗോളുമായി എംബാപ്പെ ഒന്നാമതെത്തി. 8 ഗോളുമായി ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ബുക്കായോ സാക്കയുടെ ഹാട്രിക്, കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ, ഒരു സമ്പൂർണ്ണ കാൽപന്ത് മത്സരം. 10 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ഇരു ടീമുകളും ലൂസേഴ്സ് ഫൈനൽ അവിസ്മരണീയമാക്കി. ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം ഇംഗ്ലണ്ടിനായിരുന്നു. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ ഫ്രാൻസിനെ ഞെട്ടിച്ച് ഇംഗ്ലണ്ട് ആദ്യ ഗോൾ നേടി. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഡെക്ലാൻ റൈസ് അതിവേഗം കുതിച്ചുകയറി വലതുകാൽ കൊണ്ട് തൊടുത്ത റോക്കറ്റ് ഷോട്ട് വലയിൽ തീർന്നില്ല. 18-ാം മിനിറ്റിൽ എസ്രി കൊൻസയിലൂടെ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തി. 37-ാം മിനിറ്റിൽ ഫ്രഞ്ച് ഗോൾ മുഖത്തേക്ക് ഇരച്ചുകയറിയ ഇംഗ്ലീഷ് താരങ്ങൾ നടത്തിയ നീക്കത്തിൽ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ ബുക്കായോ സാക്കയുടെ ഷോട്ട് വലയിൽ. സ്കോർ 3-0. ആവേശം അലതല്ലിയ ആദ്യ പകുതിയുടെ അധിക സമയത്ത് ബുക്കായോ സാക്ക ഡബിൾ തികച്ചു. സ്കോർ 4-0. ഫ്രാൻസ് തോൽവി ഉറപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ 2ാം പകുതിയിൽ വീര്യത്തോടെ കളത്തിലിറങ്ങിയ ഫ്രാൻസ് 48-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയിലൂടെ ആദ്യ ഗോൾ മടക്കി. മിനിറ്റുകൾക്കുള്ളിൽ ഫ്രാൻസ് വീണ്ടും ലക്ഷ്യം കണ്ടു. പ്രത്യാക്രമണത്തിൽ എംബാപ്പയുടെ പാസിൽ ബ്രാഡ്ലി ബാർക്കോളയാണ് ഗോൾ നേടിയത്. സ്കോർ 4-2. ഇതോടെ ഈ ലോകകപ്പിൽ എംബാപ്പയുടെ അസിസ്റ്റുകളുടെ എണ്ണം 4 പിന്നാലെ 66-ാം മിനിറ്റിൽ മിച്ചൽ ഒലീസയുടെ അസിസ്റ്റിൽ എംബാപ്പെ ഡബിൾ തികച്ചു. സ്കോർ 4-3. എന്നാൽ പിന്നീട് ഫ്രാൻസിന് ഉടനെ തന്നെ തിരിച്ചടി നേരിട്ടു. 85-ാം മിനിറ്റിൽ ഇംഗ്ലീഷുകാർക്ക് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി സാക്ക ഹാട്രിക് പൂർത്തിയാക്കി. സ്കോർ 5-3.
നിശ്ചിത സമയത്തിനു ശേഷം അനുവദിച്ച അധിക സമയത്ത് 2 ഗോളുകൾ കൂടി പിറന്നു. പകരക്കാരൻ താം ഉസ്മാൻ ഡംബേലയാണ് ഫ്രാൻസിന്റെ ഗോൾ നേടിയത്. സ്കോർ ബോർഡിൽ 5-4. സമനില പിടിക്കാൻ ഫ്രാൻസിന്റെ ശ്രമങ്ങൾ വിഫലമായി. അവസാന മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിന്റെ ഗോളിൽ ഇംഗ്ലണ്ട് ലീഡ് ഉയർത്തി 6-4. പിന്നാലെ ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ അത്യാവേശകരമായ പോരാട്ടത്തിന് പര്യവസാനം. തോറ്റെങ്കിലും ഫ്രാൻസ് പോരാടിയാണ് കീഴടങ്ങിയത്. അതേസമയം ഇംഗ്ലണ്ടിന്റെ യുവനിരയുടെ പ്രകടനം ഭാവി വാഗ്ദാനങ്ങളുടെ പ്രതീകമാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ കാണാനായി സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ഫൈനൽ മത്സരം പുലർച്ചെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി. വിവിധ സർവകലാശാലാ പരീക്ഷകളും മാറ്റിവെച്ചു. ഫൈനൽ തടസ്സമില്ലാതെ കാണുന്നതിനായി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി വൈദ്യുതി വകുപ്പും അറിയിച്ചു. ലോകമാകെ ഫുട്ബോൾ ആരവം മുഴങ്ങുമ്പോൾ സംസ്ഥാനത്തെ ഫുട്ബോൾ ആരാധകർക്കും ആശ്വാസത്തിന്റെ നിമിഷമാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കാലിക്കറ്റ് സർവകലാശാലകൾ നാളെ നടത്താനിരുന്ന പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഫൈനൽ മത്സരം തടസ്സമില്ലാതെ കാണാനാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഫൈനൽ ആവേശം ചോരാതിരിക്കാൻ കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങിയിരിക്കുകയാണ് KSEB. ഞാൻ സാധാരണഗതിയിൽ പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നുണ്ട്. അധിക വില കൊടുത്തും ഈ ദിവസം രാത്രിയും പകലും നമുക്ക് പവർ സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നടപ്പിലാവും. എല്ലാ ഒരുക്കങ്ങളും നടത്തി ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സംസ്ഥാനവും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മേത്തർ ഈഗിൾസ് FC കേരള. അർജന്റീനയും സ്പെയിനും നേർക്കുനേരെത്തുമ്പോൾ കിരീടം ഇത്തവണയും അർജന്റീനയ്ക്കൊപ്പമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കൊല്ലത്തെ ആരാധകർ. മെസ്സിയുടെ മികവും ടീമിന്റെ പോരാട്ടവീര്യവും വീണ്ടും ലോക കിരീടം സമ്മാനിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരാധകരുടെ പ്രതീക്ഷകളിലേക്ക്. രാത്രിത്തെ കളി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം 2 ടീമും ഒരേപോലെ നിൽക്കുന്നവരാണ്. എന്തായാലും മെസ്സിക്ക് ചാൻസ് ഉണ്ട്. മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് മേടിക്കണ്ടേ? ഇനിയിപ്പോൾ മെസ്സിയുടെ കഴിവാണോ ഇവിടുത്തെ മക്കളുടെ പ്രാർത്ഥനയാണോ എന്നൊന്നും അറിയാൻ വയ്യ. ആ ഗ്രൗണ്ട് മൊത്തം പ്രാർത്ഥനയല്ലേ മെസ്സിക്ക് വേണ്ടി. ഇവിടെ എല്ലാം മെസ്സി ഫാൻസ് തന്നെ കൂടുതൽ. തീർച്ചയായിട്ടും ഇന്ന് രാത്രിത്തെ ഫൈനൽ മാച്ച് എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടുള്ള കളിയായിരിക്കും. അർജന്റീന തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ബേസിക്കലി അർജന്റീന ഫാനാണ്. ഇന്ന് രാത്രി ഇവിടെ ലൈവ് മാച്ചുണ്ട്. തങ്കശ്ശേരി ബീച്ചിൽ നമ്മൾ ലൈവ് മാച്ച് പ്രൊജക്ട് വഴി കാണിക്കുന്നുണ്ട്. എല്ലാവരും വരണം. തീർച്ചയായിട്ടും ഇന്ന് രാത്രി അർജന്റീനയുടെ ദിവസമായിട്ട് ഞങ്ങൾ കരുതുന്നു. ശക്തമായ എതിരാളികളാണ്. ഇതുവരെയും കളിച്ച കളിയൊന്നും അവരും തോറ്റിട്ടില്ല. അതുപോലെ തന്നെ അർജന്റീനയും തീർച്ചയായിട്ടും നല്ല ശക്തമായ പോരാട്ടമായിരിക്കും. അർജന്റീന ഫാൻ എന്ന നിലയിൽ അർജന്റീന ജയിക്കണമെന്നാണ് ആഗ്രഹം. സ്പെയിനും നല്ല കളിക്കാരാണ്. അവരും 2ാം സ്ഥാനത്ത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഗോൾഡൻ ബൂട്ട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം 8 ഗോളായി, ഇനി 4 അസിസ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട്. തീർച്ചയായിട്ടും ഇനി ഈ ഒരു ഫൈനലിൽ 2 ഗോളും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ബൂട്ട് തീർച്ചയായിട്ടും മെസ്സിക്കായിരിക്കും. നാടും നഗരവും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ മുങ്ങുമ്പോൾ മലപ്പുറം പൊന്മള ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചാണ് ആഘോഷം കൊഴിപ്പിക്കുന്നത്. പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നായി 21 രാജ്യങ്ങളിലെ ടീമുകളും ഇന്ത്യൻ ടീമും പങ്കെടുത്ത മത്സരം ആവേശമായി. പൊന്മള ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നായി 21 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൂട്ടത്തിൽ ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഇന്ത്യക്ക് വേണ്ടിയും ടീം മത്സരിക്കാനിറങ്ങി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മത്സരം കാണാനായി എത്തിയത്. ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന്റെ മുഴുവൻ ആവേശവും പൊന്മളയിലെ ടർഫിൽ പ്രകടമായിരുന്നു. ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് പൊന്മള ഗ്രാമപഞ്ചായത്ത് പൊന്മളയിലെ 21 വാർഡുകളെയും ഒരു രാജ്യമാക്കി മാറ്റിക്കൊണ്ട് 21 രാജ്യങ്ങളുടെ ഫുട്ബോളാണ് ഇവിടെ, ഒരു മിനി ഫുട്ബോളാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു പ്രത്യേകതയുള്ളത് 21 രാജ്യങ്ങൾ ലോക ഫുട്ബോളിലുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം കാലങ്ങളായി ലോക ഫുട്ബോളിൽ അവസരം കിട്ടാത്തവരാണ്. ഈ ഫുട്ബോളിൽ പൊന്മള പഞ്ചായത്ത് നടത്തുന്ന ഇന്ത്യ രാജ്യം 22ാമത്തെ ടീമായി
ഇവിടെ മത്സരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ലഹരിക്കെതിരെയുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഫുട്ബോളിലേക്ക് ആകർഷിക്കാനും അവർക്ക് നല്ലൊരു അവസരം നൽകാനും ഇതിനോട് സാധിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ലോകകപ്പ് ഫൈനൽ മത്സരം കാണാനും ആഘോഷിക്കാനുമായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ ആരംഭിച്ച ആഘോഷത്തിന്റെ ആവേശം ഫൈനൽ മത്സരം കഴിഞ്ഞ് പുലരുവോളം നീളും. അമൃത ന്യൂസ്, മലപ്പുറം. ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ കായിക പ്രേമികൾ. ആര് കപ്പെടുക്കുമെന്ന ചോദ്യത്തിന് സമ്മിശ്രമായ അഭിപ്രായമാണ്. ആര് ജയിച്ചാലും തീപാറുന്ന പോരാട്ടമായിരിക്കുമെന്ന് ഫുട്ബോൾ ആരാധകർ പറയുന്നു. അർജന്റീന കപ്പെടുക്കും. നല്ല കളി കളിക്കും. നല്ല നല്ല സ്പിരിറ്റ് ഉണ്ട്. സ്പിരിറ്റ് നല്ല കളി കളിക്കും. നല്ല കളിയോട്ടെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ. സ്പെയിനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ. കളി നല്ല കളിയാണ്. രണ്ട് ടീമും കട്ടയ്ക്കാണ് കളി. നല്ല കളി പറ്റേ, നല്ല ഫൈറ്റുള്ള കളി പറ്റേ. നമ്മൾ ഏത് ടീമായി ജയിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു കളി വരണം. കുഴപ്പമില്ല, നല്ലൊരു അത്രേ ഉള്ളൂ. നമ്മളുടെ അർജന്റീന ജർമ്മനിക്കാരനാണ് നമ്മുടെ ടീം പുറത്തായി. അപ്പം നല്ലൊരു ഫൈറ്റ് പറ്റേ, കളി കാണാനായിട്ട് രസം ഉണ്ടാവട്ടെ. വൺ സൈഡ് ഒരിക്കലും വരാൻ പാടില്ല. അർജന്റീന കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ കാണാം. അതെ അതെ അതെ. കഴിഞ്ഞ കളി നല്ല കളിയായിരുന്നു. മെസ്സി ടോപ്പ് സ്കോറർ ആവട്ടെ എന്നുള്ള ഒരു ഇത്. സ്പെയിൻ നല്ല കളിയാണ്. അർജന്റീന നല്ലൊരു മെസ്സിക്ക് വേണ്ടിയുള്ളൊരു ടീം ഗെയിമാണ് വേറെ. ഇനി ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണത്തിൽ മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി അറിയിച്ചു. ആലപ്പുഴയിൽ ചില സംഘടനകൾ ഭക്ഷണം നൽകുന്നതിന്റെ പേരിൽ സ്ഥലം കയ്യേറിയതിനെയാണ് എതിർത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രിയുടെ പ്രഖ്യാപനത്തിനെതിരെ ഡിവൈഎഫ്ഐയും ബിജെപിയും രംഗത്തെത്തിയതോടെയാണ് മലക്കം മറിച്ചിൽ. ആശുപത്രികൾക്കകത്ത് രാഷ്ട്രീയ പ്രവർത്തനം അനുവദിക്കില്ലെന്നും അത് UDF സർക്കാരിന്റെ നയമാണെന്നും മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ആശുപത്രികളിൽ ഭക്ഷണം നൽകും. ഡിവൈഎഫ്ഐ എന്നല്ല യൂത്ത് കോൺഗ്രസിന്റെയോ സേവാഭാരതിയുടെയോ രാഷ്ട്രീയ പ്രവർത്തനം ആശുപത്രിക്കുള്ളിൽ അനുവദിക്കില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്ക്, ഡിവൈഎഫ്ഐക്ക് അല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല, ഞാൻ പറയാം രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ശക്തമായ എതിർപ്പുമായി ഡിവൈഎഫ്ഐയും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. വിശക്കുന്നവന് ആഹാരം നൽകുന്നത് മനുഷ്യത്വമാണ്, അത് തിരിച്ചറിയാനുള്ള വിവേകം സർക്കാരിനുണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ആശുപത്രിയിലെ പൊതിച്ചോർ വിതരണം തടയാൻ ഒരു മന്ത്രിക്കും കഴിയില്ല എന്നും ഭക്ഷണത്തിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും ഡിവൈഎഫ്ഐയും പ്രതികരിച്ചു. ഞങ്ങൾ ഇന്നലെ വരെ നടത്തിയതുപോലെ, ഇന്ന് നടത്തിയതുപോലെ നാളെയും കേരളത്തിൽ എവിടെയെല്ലാമാണ് ഡിവൈഎഫ്ഐ ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവിടെയെല്ലാം ഭക്ഷണം വിതരണം ചെയ്യും. കൊടി ഉപയോഗിക്കും. ഒരു മുരളീധരനും ഒരു മന്ത്രിക്കും അത് തടയാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾ അതിനോട് കൂടെ ചേർത്ത് പറയാം, ഞങ്ങൾ ഈ ഭക്ഷണത്തിൽ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തിയത്, ഈ വിശപ്പിൽ രാഷ്ട്രീയം കലർത്തിയത് മന്ത്രി മുരളീധരനാണ്. ഈഗോ ഒഴിവാക്കണം. നല്ല നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജിലും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും വീടുകളിൽ നിന്നും ശേഖരിച്ച് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ്. അപ്പോൾ അതൊരു ഈഗോയിൽ കാണാതെ അവരെ കൂടി ചേർത്ത് പിടിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതുവരെ അതിനൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ, എല്ലാവരും പിന്തുണച്ചല്ലേ. എന്തിനാണ് നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്തത്. മനുഷ്യരായ ഒരാൾക്കും പൊതിച്ചോറിനെ എതിർക്കാൻ കഴിയില്ല. അതിനെ എതിർക്കുന്നവർ അവരുടെ മാനസിക നില പരിശോധിക്കേണ്ടതാണ്. തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി. ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയും രംഗത്തെത്തി. സർക്കാർ ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതിനെ എന്തിനാണ് സർക്കാർ തടസ്സപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. തീരുമാനം വിവാദമായതോടെയാണ് നിലപാടിൽ നിന്നും ആരോഗ്യമന്ത്രി മലക്കം മറിഞ്ഞത്. ഇപ്പോഴത്തെ വിവാദം ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനെ പൊതുവായി വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നുമാണ് വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സർക്കാർ പ്ലീഡർ നിയമനത്തിൽ KSU മുഖ്യമന്ത്രി പോരിൽ പരസ്യ പ്രതികരണം വിലക്കി KPCC നേതൃത്വം. പൊതുവേദിയിൽ വൈകാരികമായ പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്നും പാർട്ടി വേദികളിൽ മാത്രം ഉന്നയിക്കണമെന്നും KPCCയുടെ നിർദ്ദേശം. മാധ്യമ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസാണ് എല്ലാ വക്താക്കൾക്കും സർക്കുലർ അയച്ചിരിക്കുന്നത്. അതേസമയം അലോഷ്യസ് സേവ്യർ നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വക്താക്കൾ പാർട്ടി നിലപാടുകൾ മാത്രമേ പറയാവൂ എന്നും വ്യക്തിപരമായി അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ലെന്നും കർശന നിർദ്ദേശമാണ് KPCC നൽകിയിരിക്കുന്നത്. പാർട്ടി നിലപാടുകളിലും വക്താക്കൾ വ്യത്യസ്തത പുലർത്തരുതെന്നും പറയുന്നു. ഫേസ്ബുക്ക് അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലോ മാധ്യമ ചർച്ചകളിലോ ആകരുതെന്നും പാർട്ടി ഫോറങ്ങളിൽ മാത്രമായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിഷയത്തിൽ KSU നേതാക്കളോട് പ്രതികരണം നടത്താൻ പാടില്ലെന്ന് അലോഷ്യസ് സേവ്യർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ KPCC ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരായ വിമർശനത്തിന് പിന്നാലെ അനൂപ് VRനെയും ജിൻഡോ ജോണിനെയും പാർട്ടി മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സതീശൻ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായർ KPCC പ്രസിഡന്റിനും മാധ്യമ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനും പരാതി നൽകി. വിമർശിച്ചവർ വക്താക്കളായി തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് പരാതിയിൽ രാജു P. നായരുടെ വിമർശനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്ലീഡർ നിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികൾ. ഇത്തവണത്തെ സർക്കാർ പ്ലീഡർ നിയമനം മെറിറ്റ് നോക്കിയെന്ന് ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ. സംഘടനയ്ക്ക് ഇത്രയും പരിഗണന കിട്ടിയ സമയം മുമ്പുണ്ടായിട്ടില്ല. സംഘടന നൽകിയ ലിസ്റ്റിൽ നിന്ന് മെറിറ്റ് കൂടി പരിഗണിച്ച് AGയുമായി ആലോചിച്ചാണ് നിയമനങ്ങൾ നടന്നതെന്നും VS ചന്ദ്രശേഖരൻ പറഞ്ഞു. അബ്ദുറഹ്മാന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത ലിസ്റ്റിൽ ആദ്യത്തെ പേര് അദ്ദേഹത്തിൻ്റെയാണ്, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ. പിന്നെ അദ്ദേഹം എന്തോ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആവണമെന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ കൊടുത്തു. ചിലപ്പോൾ അദ്ദേഹം ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, അജിറ്റേറ്ററായി പോകാനുള്ള തരയിലുള്ള വല്ല റിപ്ലൈ കിട്ടുകയോ അല്ലെങ്കിൽ